ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ. എവിടെ വരെയായി ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ? ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായി എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പോലീസിൻ്റെ ബോംബ് സ്ക്വാഡിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ചരിത്ര സംഭവമാകാൻ പോവുകയാണ്. എൻ്റെ കരമനയിലേക്ക്, ഞാൻ ഇവിടുത്തെ കൗൺസിലറാണ്, തീർച്ചയായിട്ടും ഒരു നഗരസഭയുടെ ചെയർപേഴ്സൺ കൂടിയാണ്. എൻ്റെ കരമനയിലേക്ക് നരേന്ദ്രമോദി എത്തുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതാദ്യമായിട്ടല്ല നരേന്ദ്രമോദി കരമനയിൽ വരുന്നത്. 1991 ഏകതാ യാത്ര നടക്കുന്ന സമയത്ത്, ജോഷിജിയുടെ ഏകതാ യാത്ര നടക്കുന്ന സമയത്ത് അതിൻ്റെ കോർഡിനേഷൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം കളിയിക്കാവള മുതൽ നമ്മുടെ പാലക്കാട് വാളയാർ വരെ അദ്ദേഹവുമായി ഒരുമിച്ച് പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഈ കരമന വഴിയാണ് അദ്ദേഹം അന്ന് കടന്നുപോയത്. അന്ന് ഇതിൻ്റെ സംഘാടകൻ എന്നുള്ള നിലയിലാണ് നരേന്ദ്രമോദി കടന്നുപോയതെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് നമ്മുടെ കരമനയിൽ വരുന്നത്. അഭിമാനമുണ്ട്, നമ്മുടെ കരമനയിലേക്ക് വരുന്നതിൽ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി, അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി, അദ്ദേഹത്തെ ഒന്ന് എന്താ പറയുക, ഒരു ദൈവത്തെ പോലെ കാണുന്ന ജനസമൂഹം ഇവിടെ ഈ കരമനയുടെ ഭാഗത്ത് തിങ്ങി നിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ പ്രദേശത്ത് മുഴുവൻ വീടുകളിലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എപ്പോൾ വരും, ഞങ്ങൾ എപ്പോഴാണ് വന്ന് കാണേണ്ടത്, ഞങ്ങൾക്ക് ഒരു നോക്ക് കാണണം, അദ്ദേഹത്തെ, പ്രധാനമന്ത്രിയെ കാണണം, നമ്മുടെ രക്ഷകരെ കാണണം എന്നുള്ള ആവേശകരമായ ഒരു സമീപനമാണ് അവിടെ. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാതെ എല്ലാവരും, ഒരു രാഷ്ട്രീയവുമില്ലാതെ എല്ലാവരും അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ ജനസാഗരമാകാൻ പോകുന്ന ഈ പ്രദേശത്ത് നമ്മുടെ നരേന്ദ്രമോദിയെ കാണാൻ വരുന്ന എല്ലാവർക്കും ഞാൻ സുസ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പ്രധാനമന്ത്രി ഇങ്ങോട്ട് എത്തിച്ചേരും. അപ്പൊ അതിന്റെ ആവശ്യത്തിലാണോ? അതിന്റെ ആവശ്യത്തിലാണ്. ആദ്യമായിട്ടാണ് നമ്മൾ പ്രധാനമന്ത്രി കരമന വരണത്. ആദ്യമായിട്ടാണോ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നത്? നേരിട്ട് കാണുന്നത്. പ്രധാനമന്ത്രി ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ ഈ ഒരു ആരാധന മനസ്സിലുണ്ടോ? ഭയങ്കര ഒരു ആവേശം തന്നെ ഭരണയില്. ഇവിടുത്തെ ജനങ്ങളെല്ലാം ആ ഒരു മണിക്കൂറിന് വേണ്ടിട്ട് കാത്തിരിക്കുകയാണ്. ഉച്ചയിലാകുമ്പോൾ ആളുകൾ വന്നു തുടങ്ങും. ഒരു ഉത്സവം, തൃശ്ശൂർ പൂരത്തെക്കാളും വലിയൊരു ഉത്സവമാണ് തലസ്ഥാന നഗരിയിൽ മോദി വരുമ്പോൾ നടക്കാൻ പോകുന്നത് പറയുന്നു. അത് ശരിയാണോ? ഉത്സവം തന്നെ, നമുക്കൊരു ഉത്സവം എന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം തന്നെ, ആറ്റുകാൽ പൊങ്കാല പോലെയൊക്കെ തന്നെ ഇവിടെ ഉത്സവം. ഒരുപാട് പരിപാടികളാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇവിടെ ഫുള്ള് ആളായിരിക്കും. പോലീസുകാരൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരിക്കും. മുന്നേ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ ന്യൂസിലൊക്കെ ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ ഒരു ആവേശം ഉണ്ടോ? എന്താണ് മനസ്സിലുള്ളത്? മനസ്സിൽ നരേന്ദ്രമോദി സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ കൊള്ളാമെന്നാണ് എന്റെ മനസ്സിൽ. ഈ മോന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടെന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മോനും അത്രയധികം ആരാധിക്കുന്ന ഒരു പുരുഷനാണോ പ്രധാനമന്ത്രി? പ്രധാനമന്ത്രി ആദരിക്കുന്നത് അത്രയ്ക്കും താല്പര്യമുണ്ട്. പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യ ഇത്രയും ഭരിച്ചത് ഇത്രയും നല്ല നിലയിൽ എത്തിച്ചുകൊണ്ട് മോനും ആവേശമാണ്. അപ്പോൾ ആ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ടല്ലേ, ഇനി ഒരു മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആ ഒരു ഉത്സവ പറമ്പാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരിക്കും, നല്ല തിരക്കൊക്കെ ആയിരിക്കും. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഇവിടെ വൻ ജനാവലി ആയിരിക്കും. അപ്പോൾ അത്രയധികം ഇവിടുത്തെ ജനങ്ങളും അത്രയധികം ആഘോഷത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.